മഹാഭാരതത്തിലെ ഏറ്റവും മനോഹരമായ ഉപകഥകളിലൊന്നാണ് നളചരിതം. വനവാസകാലത്ത് ദുഃഖിതനായിരുന്ന ധർമ്മപുത്രരെ ആശ്വസിപ്പിക്കാനായി ബൃഹദശ്വൻ എന്ന മഹർഷിയാണ് ഈ കഥ പറഞ്ഞുകൊടുക്കുന്നത്. ഈ കഥയെപ്പറ്റി നമുക്ക് കൂടുതലായി അറിയാം. നിഷേധ രാജ്യത്തെ രാജാവായിരുന്നു നളൻ. അദ്ദേഹം അതിസുന്ദരനും ധീരനും കുതിരകളെ മെരുക്കുന്നതിൽ അഗ്രഗണ്യനുമായിരുന്നു. വിദർഭ രാജ്യത്തെ ഭീമന്റെ പുത്രിയായിരുന്നു ദമയന്തി. ഇരുവരും പരസ്പരം കണ്ടിട്ടില്ലായിരുന്നെങ്കിലും കീർത്തനങ്ങളിലൂടെ പരസ്പരം ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെയിരിക്കെ നളൻ ഒരു സ്വർണ്ണഹംസത്തെ പിടികൂടി. തന്നെ വിട്ടയച്ചാൽ ദമയന്തിയോട് നളന്റെ കീർത്തനങ്ങൾ പറയാമെന്ന കരാറോടെ നളൻ ഹംസത്തെ വിട്ടയച്ചു. ഇതനുസരിച്ച് ഹംസം ദമയന്തിയുടെ അടുത്തെത്തി നളനെക്കുറിച്ച് പറയുകയും ദമയന്തിയുടെ മനസ്സിൽ നളനോടുള്ള അനുരാഗം ഉറപ്പിക്കുകയും ചെയ്തു. ഇതാണ് വിഖ്യാതമായ ഹംസദൂത്. അതിനുശേഷം പിന്നീട് ദമയന്തിയുടെ സ്വയംവരം പ്രഖ്യാപിച്ചു. ദമയന്തിയുടെ സ്വയംവരത്തിന് ഇന്ദ്രൻ, അഗ്നി, വരുണൻ, യമൻ എന്നീ 4 ദേവന്മാരും എത്തി. അവർ 4 പേരും നളന്റെ അതേ രൂപം ധരിച്ചാണ് സഭയിലിരുന്നത്. 5 നളന്മാരെ കണ്ട് പകച്ചുപോയ ദമയന്തി സത്യസന്ധമായി പ്രാർത്ഥിച്ചു. അപ്പോൾ ദേവന്മാർക്ക് മാത്രം ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ: കണ്ണു ചിമ്മാത്തത്, നിഴലില്ലാത്തത്, വിയർക്കാത്തത്, പാദങ്ങൾ നിലത്ത് തൊടാത്തത്, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ട് ദമയന്തി യഥാർത്ഥ നളനെ തിരിച്ചറിഞ്ഞ് മാല ചാർത്തി. സ്വയംവരത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോവുകയായിരുന്ന ദേവന്മാരെ കണ്ട് കലിപുരുഷൻ കാര്യമന്വേഷിച്ചു. ഒരു മനുഷ്യനെ വിവാഹം കഴിക്കാൻ ദമയന്തി ദേവന്മാരെ ഉപേക്ഷിച്ചു എന്നറിഞ്ഞ കലി കോപാകുലനായി. നളനെ നശിപ്പിക്കുമെന്നും അവരെ തമ്മിൽ അകറ്റുമെന്നും കലി ശപഥം ചെയ്തു. 12 വർഷത്തോളം നളനിൽ ദോഷം കണ്ടെത്താൻ കലി കാത്തിരുന്നു. ഒടുവിൽ ഒരിക്കൽ നളൻ കാലി കഴുകുമ്പോൾ ഒരിത്തിരി ഭാഗം നനയാതെ പോയ അവസരം നോക്കി കലി നളൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. കലിയുടെ സ്വാധീനത്താൽ നളൻ തൻ്റെ സഹോദരനായ പുഷ്കരനുമായി ചൂതുകളിക്ക് മുതിർന്നു. കലി കള്ളച്ചൂതിലൂടെ പുഷ്കരനെ സഹായിച്ചു. തൻ്റെ രാജ്യം, സമ്പത്ത്, വസ്ത്രങ്ങൾ എന്നിവയെല്ലാം നളന് നഷ്ടമായി. വെറും കൈയോടെ വനത്തിലേക്ക് പോകേണ്ടി വന്ന നളനൊപ്പം ദമയന്തിയും ഇറങ്ങിത്തിരിച്ചു. വഴിയിൽ വെച്ച് വിശന്നപ്പോൾ പക്ഷികളെ പിടിക്കാൻ തൻ്റെ ഏക വസ്ത്രം വിരിച്ച നളന് അതും നഷ്ടമായി. പക്ഷികൾ വസ്ത്രവുമായി പറന്നുപോയി. തൻ്റെ കൂടെ വന്ന ദമയന്തി കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യാതെ അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നളൻ തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു കഷ്ണം കീറിയെടുത്ത് അവളെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി. കരഞ്ഞു തളർന്ന ദമയന്തി പല കഷ്ടപ്പാടുകൾക്കു ശേഷം ഒടുവിൽ തൻ്റെ പിതാവിൻ്റെ രാജ്യമായ വിദർഭയിൽ എത്തിച്ചേർന്നു. കാട്ടിൽ വെച്ച് നളൻ കാട്ടുതീയിൽപ്പെട്ട കർക്കോടകൻ എന്ന പാമ്പിനെ രക്ഷിച്ചു. അതിൻ്റെ പ്രത്യുപകാരമായി പാമ്പ് നളനെ കടിച്ചു. വിഷമേറ്റതോടെ നളന്റെ രൂപം മാറി കുള്ളനും വിരൂപനുമായ ബാഹുകനായി മാറി. നളനെ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് കർക്കോടകൻ ഇങ്ങനെ ചെയ്തത്. നളന് പഴയ രൂപം തിരിച്ചു കിട്ടാനായി ഒരു ദിവ്യ വസ്ത്രവും പാമ്പ് നൽകി. തുടർന്ന് ബാഹുകൻ എന്ന പേരിൽ അയോധ്യയിലെ ഋതുപർണ രാജാവിൻ്റെ തേരാളിയായി നളൻ ജോലിയിൽ പ്രവേശിച്ചു. നളനെ കണ്ടെത്താനായി ദമയന്തി ഒരു തന്ത്രം പ്രയോഗിച്ചു. ദമയന്തിയുടെ 2ാം സ്വയംവരം നാളെ നടക്കുമെന്ന് രാജ്യം മുഴുവൻ അറിയിച്ചു. അയോധ്യയിൽ നിന്ന് വിദർഭയിലേക്ക് ഒരു ദിവസം കൊണ്ട് എത്താൻ നളന് മാത്രമേ സാധിക്കുള്ളൂ എന്നവൾക്കറിയാമായിരുന്നു. ഋതുപർണനൊപ്പം ബാഹുകൻ വിദർഭയിലെത്തി. ബാഹുകൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയിൽ നിന്നും കുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ നിന്നും അത് നളനാണെന്ന് ദമയന്തി ഉറപ്പിച്ചു. നളൻ കർക്കോടകൻ നൽകിയ വസ്ത്രം ധരിച്ചതോടെ തൻ്റെ പഴയ സുന്ദര രൂപം തിരിച്ചു കിട്ടി. കലിപുരുഷൻ നളനെ വിട്ടുപോയി. തിരികെ നിഷേധരാജ്യത്തെത്തിയ നളൻ പുഷ്കരനെ വീണ്ടും ചൂതുകളിക്ക് വെല്ലുവിളിച്ചു. ഇത്തവണ നളൻ വിജയിക്കുകയും തൻ്റെ രാജ്യം തിരിച്ചു പിടിക്കുകയും ചെയ്തു. നളനും ദമയന്തിയും മക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു. ഇതിലെ പ്രധാന പാഠമെന്ന് പറയുന്നത്, എത്ര വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും സത്യത്തിലും ധർമ്മത്തിലും ഉറച്ചു നിന്നാൽ വിജയം സുനിശ്ചിതമാണ് എന്നതാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.